ഹലോ ഫ്രണ്ട്സ്, ഞാൻ സോയസ്. അപ്പോൾ പുതു തമിഴേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നാളെ കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാങ്ങയുടെ ഒക്കെ സീസൺ അതിൻ്റെ ഇപ്പോൾ മിക്കയിടത്തും കുറേ മാങ്ങകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളിന്ന് മാങ്ങ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഒരു 2-3 ചേരുവകൾ മാത്രം യൂസ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റ് ഉണ്ടാക്കാൻ പറ്റും. അത് നിങ്ങളുടെ തമ്പനയിൽ കണ്ട പോലെ നല്ല അടിപൊളി ലുക്കുള്ള സംഭവമാണ്. അപ്പോൾ എന്നത്തെ പറഞ്ഞാൽ ആകെ 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിന് വേണ്ടു. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ കിടക്കുന്ന ചാനൽ ആദ്യമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എവിടെ നമുക്ക് ഞാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ഉണ്ടാക്കാൻ നമുക്ക് 3 ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നതിൽ ഏറ്റവും ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻസ് പറയുന്നത് നമ്മുടെ മാങ്ങയാണ്. അപ്പോൾ ഇതേപോലെ പഴുത്തൊരു മഞ്ഞ കളറായുള്ള മാങ്ങ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് കുറച്ച് പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ പുളിയില്ലാത്ത മാങ്ങ കിട്ടുമെങ്കിൽ നല്ലത്. അതാകുമ്പോൾ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ പഞ്ചസാര ഇല്ലാണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ ഇത് പുളിയുള്ള മാങ്ങയായതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് ഇത് മാങ്ങയാണ്. അപ്പോൾ മാങ്ങ എടുക്കുക, ജസ്റ്റ് ഇതിൻ്റെ തൊലി ഒന്ന് പൊളിക്കുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് തൊലി പൊളിച്ചൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ മാങ്ങ മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ട് നേരെ വെറുതെ മിക്സിയിൽ മാങ്ങ മാത്രം ഇട്ട് അടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് റെഡി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നാളികേരമാണ് വേണ്ടത്. അപ്പോൾ നാളികേരം ജസ്റ്റ് ഒന്ന് പൊടിച്ചൊന്ന് എടുക്കണം. അതൊന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് നമ്മളിവിടെ നാളികേരം പൊളിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ചെരുകി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേ നമുക്ക് ഇത്ര സ്മൂത്തായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം നമ്മളിവിടെ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ കപ്പ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിവിടെ പാനും പിന്നെ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച മാങ്ങയുടെ ജ്യൂസാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഇതിൽ നിന്ന് ഒരു അരക്കപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് നാളികേരം അരക്കപ്പ് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ അരക്കപ്പ് നാളികേരം ഇട്ട് പാനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിന് ശേഷം നമുക്ക് ഈ പാനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചൂടാക്കി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഈ നാളികേരം ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളർ മാറുന്ന വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറിയാൽ നമ്മൾ നേരത്തെ അടിച്ച മാങ്ങയുടെ ജ്യൂസ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം രണ്ടും നന്നായി ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മിൽക്ക് മെയ്ഡാണ്. ഒരു അരക്കപ്പോളം മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പുളിയുള്ള മാങ്ങയായതുകൊണ്ടാണ് നമ്മൾ ഒരു അരക്കപ്പ് ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാക്കപ്പൊക്കെ മതിയാവും. നമ്മുടെ ഒരു നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ ഒരു കാക്കപ്പൊക്കെ മിൽക്ക് മെയ്ഡ് മതിയായിരിക്കും. അപ്പോൾ അതിനുശേഷം ഇത് 3 ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കി എടുക്കുക. കുറേ നേരം നന്നായി ഒരു മീഡിയം ഫ്ലെയിമിട്ട് ഇളക്കി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് ഇളക്കി ഈ ഒരു പരിവാകും കുറച്ചും കൂടി ഒരു നല്ല രീതിയിലൊരു സോഫ്റ്റായി ഒരു പരിവാകുമ്പോൾ നമുക്കൊന്ന് ഇത് ഓഫ് ചെയ്തിടാം. അതായത് അത്യാവശ്യം നല്ലൊരു മാവ് കുഴയ്ക്കുന്ന ഒരു രീതിയിലുള്ള ഒരു പരിവത്തിലാകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് ഒരു പാത്രത്തേക്ക് ഒന്ന് മാറ്റി കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം ഒരു മാവിൻ്റെ ഒരു പരിവായിൻ്റെ. അപ്പോൾ അതിന് ശേഷം നമ്മളൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വയ്ക്കുകയാണ്. അതിന് ശേഷം നമുക്ക് ഇനി ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം തണുക്കട്ടെ. അപ്പോൾ ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു. ഇപ്പോൾ ഇതേ മാവ് ഈ ഒരു പരിവത്തിലായതിൻ്റെ, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലായതിൻ്റെ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ജസ്റ്റ് കുറച്ചൊരു ഭാഗം എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വെച്ചൊരു ഉണ്ട പോലെയാക്കി ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് നമ്മുടെ നാളികേരത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഫുള്ളായിട്ട് എല്ലാ ഭാഗം നന്നായി ഒന്ന് മുക്കിയെടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ കവറുകൾ ജസ്റ്റ് വെച്ചിട്ടുണ്ട്. അതായത് ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് ഒരു കവറുകൾ നമ്മൾ വാങ്ങിച്ച ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ അത്രയുള്ള ബാക്കിയും നമ്മൾ ഇതേപോലെ തന്നെ ഒന്ന് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ മൊത്തമായിട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അതേ നമ്മുടെ ഫുൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലുക്കിലാണ് നമ്മുടെ സംഭവം റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ടേസ്റ്റുള്ള സംഭവമാണ്. നമുക്ക് മാങ്ങയൊക്കെ വെച്ച് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി സംഭവമാണ്. അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടമായ വീഡിയോയിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നോട്ടിഫിക്കേഷൻ എവിടെ നിങ്ങളുടെ സംശയങ്ങളായി താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തപ്പെടുത്താം. അപ്പോൾ അടിപൊളിയാണ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.